Welcome all. നമുക്കിന്ന് using the Python standard library for handling basic IO. IO means input output എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം the two commonly used built-in functions are input and print. Input library ആയിട്ടുള്ള input അതുപോലെ തന്നെ പ്രിൻ്റ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഫ്രീക്വൻറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. നമുക്ക് ഇൻപുട്ടിന് വേണ്ടി ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനും അതുപോലെ തന്നെ ഔട്ട്പുട്ടിന് വേണ്ടി പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനുമാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ഫയൽ എടുത്തിട്ട് ഫയലിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിക്കാം. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ ഒരു ഫയലിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജസ് എഴുതണം എന്ന് വിചാരിക്കുക, റൈറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിൻടാക്സ് ഓപ്പൺ ഓഫ് ഏതാണോ ഫയല് ആ ഫയലും കോമ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടുണ്ട്, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഡബ്ല്യു റൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ഡബ്ല്യു ആണ്, അതുകൂടെ റൈറ്റ് ചെയ്യണം, അതുകൂടെ എഴുതുക. അതാണ് നമ്മുടെ സിൻടാക്സ്. ഫയൽ ഈക്വൽ ടു ഓപ്പൺ ഏതാണോ ഫയൽ, ഇത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫയലിന് കൊടുക്കുന്ന നെയിമാണ്. .txt എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കാം, .csv ആവാം, .xls ആവാം. അത് ഏതാണോ നമ്മളുടെ ഫയൽ ഫോമാറ്റ് അതുപോലെ ഇരിക്കും. ഇനി ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് ചെയ്യാനായതുകൊണ്ട് ഡബ്ല്യു എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ആ ഫയൽ അപ്പം ആദ്യം ഓപ്പൺ ചെയ്തു, ആ ഫയലിലേക്ക് എഴുതാൻ പോവാണ്. സോ നമ്മൾ പ്രോഗ്രാമിൽ പറയാണ് ഫയൽ .റൈറ്റ് ഹലോ വെൽക്കം. ഇത് നമ്മുടെ മെസ്സേജാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, സിൻടാക്സ് എന്താണ്, .റൈറ്റ് എന്ന് പറയുന്ന സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനുശേഷം ഫയൽ നമ്മളൊരു കാര്യം എഴുതി, ഇത് എന്താണോ കമാൻഡ് എഴുതുന്നത് അത് നമുക്ക് എന്താണ് മെസ്സേജ് എഴുതേണ്ടത് ആ മെസ്സേജ് എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യണം, എന്നിട്ടൊന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് ആ മെസ്സേജ് റീഡ് ചെയ്യാൻ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തു, ഫയൽ .ക്ലോസ് കൊടുത്തു, ദെൻ ഇത് റൺ ചെയ്യണം. റൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ഫയൽ ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫയൽ ഈക്വൽ ടു ഓപ്പൺ, സെയിം ഫയൽ തന്നെ. ഇവിടെ നമ്മൾ എന്ത് ഫയൽ നെയിം കൊടുത്തോ സെയിം ഫയൽ നെയിം തന്നെ ഇവിടെ കൊടുക്കണം. ഇനി ഈ ടൈമിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ മെസ്സേജ് റീഡ് ചെയ്യാനാണ്. സോ കോമ റീഡ് ആർന്ന് കൊടുക്കണം. ഇനി ഇപ്പം നമ്മുടെ ഫയലിൽ ഓപ്പൺ ചെയ്തു, അത് റീഡ് ചെയ്യാൻ പോവാണ്. റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണ്, ഫയൽ അത് ഫയലിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് ഫയലിലേക്ക് സേവ് ചെയ്തു, ഫയൽ .റീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയലിലെ കണ്ടന്റ് റീഡ് ചെയ്യാം. ഇവിടെ ഫയൽ .റൈറ്റ് ഏതാണോ മെസ്സേജ് അയക്കേണ്ടത് അത് മൊത്തം നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നു അല്ലേ. നമ്മൾ ആ എഴുതിയ എല്ലാ മെസ്സേജും ഹലോ വെൽക്കം എന്ന് പറയുന്ന മെസ്സേജ് മൊത്തമായിട്ട് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് സിംപ്ലി ബ്രാക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ റീഡ് ചെയ്തിട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത്, കണ്ടന്റിലേക്കാണ് വെച്ചിരിക്കുന്നത്. കണ്ടന്റിലേക്കാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഫയൽ ക്ലോസ് ചെയ്യുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് റിസൾട്ട് കിട്ടുന്നു. ഹലോ വെൽക്കം എന്ന് കിട്ടി. ഇനി ഹലോ വെൽക്കമിന് പകരം ഞാൻ ഹലോ ഹൗ ആർ യു എന്ന് കൊടുത്ത് നോക്കാം. ഹലോ ഹൗ ആർ യു എന്ന് കൊടുത്തു. ഇവിടെ .txt തന്നെ വേണമെന്നില്ല, .csv ആവാം, .xls ആവാം, വേറൊരു ഫയൽ നെയിം കൊടുത്തു. ഇതൊന്ന് റൺ ചെയ്തു. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, നമുക്ക് റീഡ് ചെയ്യണം, സെയിം മെസ്സേജ് റീഡ് ചെയ്യണം. സോ CSVയിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. റീഡ് ചെയ്തു, ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഹലോ ഹൗ ആർ യു നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഒരു ഫയലിലേക്ക് നമുക്കൊരു മെസ്സേജ് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയുന്ന കൺസോളിലേക്ക് ഉപയോഗിച്ച് കൺസോൾ ഉപയോഗിച്ച് നമുക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ദറ്റ് ഈസ് ബേസിക് കൺസോൾ IO. കൺസോൾ IO ഈസ് അബൌട്ട് ഇൻട്രാക്ടിങ് വിത്ത് ദ യൂസർ വയ കൺസോൾ. ഇത് നമ്മുടെ ഒരു കൺസോളാണ്. ഇതിലേക്ക് നമുക്ക് ഒരു കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട്, എൻ്റർ യുവർ നെയിം ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് സിംപ്ലി നെയിം എന്ന് കൊടുത്ത് നോക്കാം. പ്രിന്റ് നെയിം കൊടുക്കാം. ഇതൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ സാറ എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിൻ്റ് നെയിം എന്ന് കൊടുത്തുകൊണ്ട് സിംപ്ലി എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണോ കൊടുത്ത നെയിം അത് അതുപോലെ പ്രിൻ്റ് ചെയ്ത് വരുന്നു. ഇനി നമുക്ക് ഒരു എഫ് സ്ട്രിങ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാം. അതിനുവേണ്ടി എഫ് സ്ട്രിങ് എടുക്കുന്നു, എഫ് എന്ന് എടുക്കുന്നു. ബാക്കിയുള്ള എല്ലാ കമാൻഡ്സും എന്ത് ചെയ്യണം, നമുക്ക് കോഡ്സ്, സിംഗിൾ കോഡ്സിൽ ഡബിൾ കോഡ്സിൽ കൊടുക്കണം. എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു വേരിയബിൾ നെയിം എന്ത് ചെയ്യണം, കേർലി ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. വേറെ ഏതൊക്കെ മെസ്സേജ് വരുന്നോ അത് ഈ 2 കോഡ്സിനകത്ത് സിമ്പിളായിട്ട് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. ഫസ്റ്റ് പ്രിൻ്റ് നെയിം നോക്കുമ്പോൾ സിംപ്ലി സാറ എന്നുള്ള പേര് മാത്രം പ്രിൻ്റ് ചെയ്തു. ഇവിടെ ഹലോ, അതുപോലെ തന്നെ ഹലോ സാറ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട്, ആ കോമ അടക്കം നമുക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ കോഡ്സിനകത്ത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹലോ നെയിം ചെയ്യാവുന്നതാണ്. ഇതൊന്ന് റൺ ചെയ്താൽ ഹലോ സാറാന്ന് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ കൊമ ഇടുന്നത് നമുക്ക് ഇതിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കൊമ എന്ത് ചെയ്യില്ല, നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഡ്സിനകത്ത് ഈ വേരിയബിൾ നെയിം ഒഴിച്ച് ബാക്കി എന്തൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ ഒന്നും കൂടെ ആപ്ലിക്കേഷൻ ഞാൻ വേറൊരു പ്രോഗ്രാമിലൂടെ കാണിക്കാം. ഇവിടെ നമുക്ക് നെയിം ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ യുവർ നെയിം പറഞ്ഞിട്ടുണ്ട്. വേറെ ഏജ് എന്ന് അടുത്ത വേരിയബിൾ എടുത്തു, അതിൽ നമ്മൾ ഏജ് പറയുന്നുണ്ട്. ലൊക്കേഷൻ ഇൻപുട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കിയേ, പ്രിൻ്റ് ഹലോ നെയിം എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു ബ്രാക്കറ്റിനകത്ത് തന്നെ കൊടുക്കണം, കേളി ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. അടുത്ത ഏജ് വേണം, ഏജ് നമ്മൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതും ബ്രാക്കറ്റിൽ കൊടുക്കണം. ബാക്കി വേറെ എന്തൊക്കെ നമുക്ക് മെസ്സേജസ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് വരണോ അതെല്ലാം എന്ത് ചെയ്യണം, കോഡ്സിനകത്ത് വെറുതെ കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നെയിം ചോദിച്ചു, നെയിം അഗെയിൻ സാറ എന്ന് കൊടുക്കാം. ഏജ് ചോദിച്ചു, ഒരു 18 years ആണെന്ന് കൊടുക്കാം. ലൊക്കേഷൻ ചോദിച്ചു, എറണാകുളം എന്ന് കൊടുക്കാം. ഒന്ന് എൻ്റർ ചെയ്യാം. സോ നമ്മൾ എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തോ, ഹലോ കോമ ഇത് വേരിയബിളാണ്, അപ്പോൾ അത് വേരിയബിൾ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്, സാറ എന്ന് വന്നു. യു ആർ ഏജ് നമ്മൾ ടൈപ്പ് ചെയ്തു 18 ആണെന്ന്, അതുപോലെ തന്നെ യു ആർ 18 years old ആൻഡ് ഫ്രം ലൊക്കേഷൻ ഏതാണ്, എറണാകുളം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ദാറ്റ് ഈസ് using the Python standard library for handling basic IO. Thank you.